സംഘം ജൂനിയറും സീനിയറും രണ്ട് പേരുകൾ വളരെ വളരെ നന്നായി ഗാനങ്ങൾ ആലോചിച്ച് എനിക്ക് പാട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ വളരെ നന്നായിട്ട് തന്നെ ഗാനങ്ങൾ ആലോചിച്ച് അവരെ ഓർമ്മ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന പലർക്കും എൻ്റെ അറിയാമെന്നാണ് എനിക്കറിയാം. കുറച്ച് പേർക്ക് അറിയാം. കാരണം ഞാൻ 5 വർഷം പൂർവ്വസഭയിലുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും ഇതിലൂടെയൊക്കെ ആണ് യാത്ര ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് സമയം ഒക്കെയാണ് കാര്യത്തിൽ വെച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ കുഴപ്പമില്ല, ഒരു 15 ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും വളരെ ദീർഘിപ്പിക്കാതെ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ തലയാളമാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹം ദൈവ തിരുവചനമാണ് ഞങ്ങളുടെ സ്നേഹിതായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് മേൽക്കോർണമേ. ഒരു ക്രിസ്മസ് രാത്രിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നൽകിയതിനായി സ്വാഗതം. ഈ സഭയ്ക്ക് സ്വാഗതം. സഭയുടെ ഓരോ കുടുംബങ്ങളുടെ പേരിൽ ദൈവങ്ങളെ സഹായിക്കണം സ്തുതിക്കുന്നു. ദൈവാലയത്താൽ തുറന്നുള്ള നാടുകളിൽ ഈ സഭയ്ക്ക് ആവശ്യമുള്ള എല്ലാ നിങ്ങൾ വേദികളിലും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സ്വാഗതം, കൊച്ചമ്മയ്ക്ക് കിട്ടിയാൻ വേണ്ടി നന്ദി അർപ്പിക്കുന്നു. അവരുടെ മക്കൾക്ക് സ്വാഗതം. കുടുംബമായിട്ട് നാടുകളിൽ വലിയ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം ധാരാളമായി നൽകി അവരോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന അടിയെ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ളതാണത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ആമേൻ. 2 കാര്യങ്ങളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് ഗായസംഘത്തിൻ്റെ കാര്യം തന്നെയാണ് ഗാനങ്ങൾ. അപ്പോൾ ഈ ഗാനം എന്ന് പറയുന്നത് വളരെയേറെ നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് നമുക്കറിയാം. ഈ പാട്ടിനെ കുറിച്ച് പറയുന്നത് മാനസിക തിരുമുറക്കം ഇല്ലാതാക്കുന്നു. ഈ റെഡ്യൂസസ് സ്ട്രെസ്, അതായത് മാനസികമായി നമ്മൾ ഭയങ്കരമായിട്ട് സംഘർഷത്തെ അനുഭവിക്കുന്നവരാണ്. ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാനസികമായ സംഘർഷം പിരിമുറുക്കമെല്ലാം ഇല്ലാതാക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഡിപ്രഷൻ, വിഷാദ രോഗങ്ങളല്ല. ഇങ്ങനെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളെ ചിന്തിച്ച് എങ്ങനെ വിഷാദത്തോട് കഴിയുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങളിലൂടെ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. വേറെ ഒന്നാമതായി ഇത് ഉറങ്ങാൻ സഹായിക്കുന്നു. ഹെൽപ്സ് പീപ്പിൾ ടു സ്ലീപ്പ്. പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമ്മളെല്ലാം കൊച്ചുമക്കളെല്ലാം ഉറങ്ങുന്ന നമുക്കായിട്ടുണ്ട്. അമ്മമാരെല്ലാം കുഞ്ഞുങ്ങളൊക്കെ മടിയിലെത്തി പാട്ടോടെ ഉറങ്ങുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ അതും ഈ ഗാനത്തിലൂടെ ജനിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ മനസ്സിനെ നിസ്സാരമുള്ളതാക്കി തീർക്കുന്നത്. ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത്, സംഗീതം കേൾക്കുന്ന സമയത്ത് മനസ്സ് വളരെ ഷാർപ്പായിട്ട് മൂർച്ചയുള്ളതായിട്ട് മാറുന്നതാണ്. പിന്നെ 5ാമതായി ഇത് റെഡ്യൂസസ് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ വേദനകളെല്ലാം കുറയ്ക്കുന്നത് പാട്ടുകളാണ്. ഈ പാട്ടിനെ കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് ഈ സംഗീതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. അതായത് ദൈവം ഘട്ടഘട്ടമായി സാഹിത്യത്തെ സൃഷ്ടിച്ചു. സാഹിത്യം സൃഷ്ടിച്ച ശേഷം പ്രപഞ്ചത്തെ മുഴുവൻ അവിടുത്തെ ജീവിതത്തിൽ സജ്ജമാക്കി. ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ സൃഷ്ടിയാണ് ദൈവം നടത്തിയത്. എന്നിട്ട് മാലാഖമാരെ, സ്വർഗീയ മാലാഖമാരെ ഞാൻ വിളിച്ചു അവരുടെ പറഞ്ഞു, എങ്ങനെയുണ്ട് ഈ സൃഷ്ടിയെല്ലാം എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മാലാഖ പറഞ്ഞു, എല്ലാം വളരെ മനോഹരമായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ, അപ്പോൾ എല്ലാം വളരെ മനോഹരമായിരുന്നു. പക്ഷെ ഒന്നിൻ്റെ കുറവുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കുറവ്? അത് ദൈവത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒന്നും അതിലില്ല. ഈ സംഗീതം അങ്ങനെയാണ്. ഈ ദൈവത്തെ സ്തുതിക്കുന്ന സംഗീതം ദൈവം സൃഷ്ടിച്ചു എന്ന് യഹൂദന്മാരുടെ അവരുടെ ഭാഗത്തിലേക്ക് പറയുന്നുണ്ട്. അതിനുശേഷം പ്രകൃതി മുഴുവൻ സംഗീതം തലയടിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ചലനത്തിലും കടലിലെ തിരമാലകളിലും പക്ഷിയുടെ കളകള ആരവത്തിലും മഴയുടെ താളപ്പൊഴുക്കുമെല്ലാം തന്നെ ഈ സംഗീതത്തിൻ്റെ ഒന്ന് അവിടെ എല്ലാം അവിടെ സൃഷ്ടിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ കൊയറങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പാട്ട് പാടുന്നവരാണ്. എവിടെക്കാരുടെ സീനിയർ ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ ആലപിക്കുന്നവരാണ്. പക്ഷേ അവരൊരു വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഈ സംഗീതം എന്ന് പറയുന്നത് ഇത് വളരെയേറെ ദൈവ ചൈതന്യമുള്ളതാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല കേൾക്കുന്ന നമുക്ക് ഏറ്റവും അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാടാനുള്ള കഴിവ്, സംഗീതോപകരണങ്ങൾ വായിക്കാനുള്ള കഴിവ്, ഗാനങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ദൈവം നൽകുന്ന ദാനമാണ്. ഏറ്റവും ആഹ്ലാദം നൽകുന്ന പദമെന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് സംഗീതം എന്നാണ്. നീ എൻ്റെ സംഗീതമാകുന്നു എന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. നീ എൻ്റെ സംഗീതമാകുന്നു. ഈ കാർലെ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത് ഓൾ ഡീപ് തിങ്സ് ആർ മ്യൂസിക്. ഓൾ ഡീപ് തിങ്സ് ആർ മ്യൂസിക് എന്ന് പറയുമ്പോൾ ആഴങ്ങളിൽ എല്ലാ കാര്യങ്ങളും സംഗീതമാണ് എന്നാണ്. അപ്പോൾ ഈ സംഗീതത്തിലൂടെ അവിടെ ഈ ഗാനങ്ങൾ ദൈവിക ചൈതന്യമുള്ളതാണ് ഗാനങ്ങൾ. അപ്പം ദൈവിക ചൈതന്യമുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. അവ പാടുന്നവരെല്ലാം തന്നെ
ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. കേൾക്കുന്നവർ, ആസ്വദിക്കുന്നവർ എല്ലാവരും ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇത് ഞാൻ സംഗീതത്തെ കുറിച്ച് ഒരുപാട് പറയണമെന്ന്, പക്ഷേ ഞാൻ പറഞ്ഞാൽ ക്രിസ്മസ് സന്ദേശം പറയാൻ സമയമില്ല. അതുകൊണ്ട് അതങ്ങനെ നിർത്തിയ ശേഷം ക്രിസ്മസ് സന്ദേശത്തിലേക്ക് കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 ദൈവം യേശുവിനെ ലോകത്തിന് നൽകി, സമ്മാനമായി നൽകി. ഇവിടെ കണ്ടിട്ട് നമ്മൾ ആളുകൾക്ക് സമ്മാനമായിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വന്നു എനിക്ക് കൊണ്ടുപോകും, അതൊരു സമ്മാനമാണ്. അപ്പോൾ ക്രിസ്മസ് ദിവസം ഇങ്ങനെ ചെയ്യുന്നവരാണ്. സമ്മാനം കൊടുക്കുന്നവരുണ്ട്, അരിയെ കോഴി കൊടുക്കുന്നവരുണ്ട്, പിന്നെ പച്ചക്കറി കോഴി കൊടുക്കുന്നവർ, പായസത്തിൽ കൊടുക്കുന്നവരെ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവരല്ലോ. അപ്പം ഈ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്മസ് നാളുകളിൽ നാം സമ്മാനം കൊടുക്കുകയും ചിലപ്പോഴൊക്കെ സമ്മാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നു, അതുപോലെ നമ്മൾ സ്വീകരിക്കുന്നു, ആരെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ അന്നത്തെ നമ്മൾ ചെയ്യാറുണ്ട് ഈ അതായത് ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ക്രിസ്മസ് കാർഡുകൾ കൊടുക്കുന്നുണ്ട്, അതില്ല. പിന്നെ നാം സമ്മാനം നൽകാറുള്ളത് നമ്മുടെ സ്നേഹമുള്ളവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നേഹമുള്ളവരാണ് സമ്മാനം നൽകുന്നത്. പിന്നെ വാങ്ങുന്നവരുടെ യോഗ്യത നോക്കിയാണ് ആ സമ്മാനം കൊടുക്കാറുള്ളത്. നമ്മൾ ആദ്യം പഠിക്കും ഈ വ്യക്തിക്ക് സമ്മാനം കൊടുക്കണമോ വേണ്ടിയോ എന്ന് ചിന്തിച്ച ശേഷമാണ് ഒരു വ്യക്തിക്ക് നാം സമ്മാനം കൊടുക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. അർഹതയില്ലാത്തവർക്ക് സമ്മാനം നൽകുന്നവരാണ് ദൈവം. ദൈവത്തിന്റെ പുത്രനെ അർഹതയില്ലാത്ത നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ദൈവം നൽകി. അപ്പോൾ വാങ്ങുന്നവരുടെ യോഗ്യത നോക്കാതെ നൽകുന്നവരാണ് ദൈവം. അപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നൽകി. നല്ല മക്കൾ നമുക്ക് നൽകി, കൊച്ചുമക്കൾ, പിന്നെ നല്ല വാഹനങ്ങൾ, നല്ല ഭവനങ്ങൾ, ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നൽകിയത്, യോഗ്യത നോക്കാതെയാണ്. അപ്പം ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ജനത്തിന്റെ യോഗ്യത നോക്കി ക്രിസ്തുവിനെ നൽകാമെന്ന് ദൈവം വിചാരിച്ചെങ്കിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെയുള്ള ലോകത്തിലാണ് ദൈവം ക്രിസ്തുവിനെ സമ്മാനമായി നൽകിയത്. ദൈവം നൽകിയ ഈ സമ്മാനം, അതായത് ഈ ക്രിസ്തുവിനെയാണ് നമുക്ക് സമ്മാനം നൽകിയിരിക്കുന്നത്. സ്വീകരിക്കുന്നതിനോ സ്വീകരിക്കാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെയാണ്. ഈ ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ എവിടെ ഇരിക്കുന്നപ്പോൾ അവൻ നിങ്ങൾ എവിടെ ഇരിക്കും, അവനെ അന്വേഷിക്കുന്നത് നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നവരും ദൈവം നമ്മൾ ഉപേക്ഷിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഒരു സമ്മാനം നൽകുമ്പോൾ നല്ല ദൈവം തന്നെ പ്രധാന ലോകത്തിൽ നൽകുമ്പോൾ നമുക്ക് സ്വീകരിക്കുക, നമുക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. അതെല്ലാം നമ്മുടെ ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നവരെ സ്വാതന്ത്ര്യമാണ്, നമുക്ക് വേണമെങ്കിൽ വേണ്ടത് വേണമെങ്കിൽ ചെയ്യാം. ഈ സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞത്, നാഥ നീ നിനക്കായി ഞങ്ങളെ സൃഷ്ടിച്ചു, അതുകൊണ്ട് നിന്നിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല. സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നത്, നാഥ നീ നിനക്കായി ഞങ്ങളെ സൃഷ്ടിച്ചു, അതുകൊണ്ട് നിന്നിൽ വിശ്രമം കണ്ടെത്തുന്നവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. യേശുവിലൂടെ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഒരുപാട് നന്മകളുണ്ട്. നമ്മുടെ ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ച നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും യേശുവിനെ കൂടാതെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അതായത് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുടെ വചനത്തിലൂടെ ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ട. പക്ഷെ നമ്മൾ ഭയപ്പെടുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട എന്ന് പറയുമ്പോൾ നീ നിരാശപ്പെടേണ്ട എന്നുള്ള ഒരു വാക്കാണ് ഇംഗ്ലീഷ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. നീ നിരാശപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ഈ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് അയച്ചത്? നമ്മൾ വളരെ സന്തോഷകരമായി ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ദൈവം ലോകത്തിൽ നൽകിയ സമ്മാനം ഒരു ശിശുവാണ്. ഒരു ശിശുവിനെയാണ് ദൈവം നൽകിയത്. ഒരു കുടുംബ കോടതിയുടെ സംഭവം. കുടുംബ കോടതി അറിയാമോ? ഇങ്ങനെ വിവാഹമോചനം നടക്കുന്ന ഒരു കോടതി. അപ്പോൾ കുടുംബ കോടതിയുടെ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഒരു കുഞ്ഞുമായി ഒരു യുവതി കോടതിയിൽ നിൽക്കുന്നു. മറുഭാഗത്ത് ഗോപുഷ്ടനായ അവളുടെ ഭർത്താവാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കുഞ്ഞുമായി ഒരു യുവതി കോടതിയിൽ നിൽക്കുന്നു, മറുഭാഗത്ത് കോപത്തോടുകൂടി അവളുടെ ഭർത്താവാണ്. അവളുടെ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അയാൾ മദ്യപാനിയാണ്, വഴക്കടയാണ്. അയാൾ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് കുഞ്ഞിനും വൈകുന്നേരമുള്ള വാക്ക് ലഭിക്കണമെന്ന് വരാതെ കൊടുത്തുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ കുടുംബ കോടതിയെ സമീപിച്ചത്. അപ്പോൾ പക്ഷേ അയാൾ ഒട്ടും വഴങ്ങുന്ന മട്ടില്ല.
അയാൾക്ക് ശിക്ഷ നൽകുന്നുണ്ട്. ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങളൊന്നും കിട്ടാനില്ല. അത് ജഡ്ജി അറിയാം. അപ്പോൾ ജഡ്ജി വളരെ സൗകര്യത്തോടെ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, ഈ സ്ത്രീ ഏറെ നേരമായി ആ കുഞ്ഞിനെ എടുത്ത് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അല്പം നേരത്തേക്ക് ആ കുഞ്ഞിനെ ഒന്നും കയ്യേറി സഹായിക്കുക. കേസിൽ പരിഹാരം നമുക്ക് കണ്ടെത്താം. അയാൾ ജഡ്ജിയുടെ വാക്ക് അനുകൂലമായി അംഗീകരിച്ചു. ആ കുഞ്ഞിനെ തുടർന്ന ആ ശിശു അയാളെ നോക്കി ഇരു കൈകൾ നീട്ടി അയാളിലേക്ക് നീട്ടി. ഒരു കൊച്ചു മാലാഖയാണ് ആ സമയത്ത് ഇദ്ദേഹം കാണുന്നത്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് ഒരു കൊച്ചു കുട്ടിയല്ലേ. എല്ലാം മറന്നു അയാൾ കുഞ്ഞിനെ കൈകെട്ടു. കൊച്ചിരി തൊടുന്ന ആ ഓർമ്മ കുഞ്ഞിനെ അയാൾ പലവട്ടം ചുംബിച്ചു. ദൈവമായ ഒരു അനുഭൂതിയാണ് അയാൾക്ക് ആ സമയം ലഭിച്ചത്. പശ്ചാത്താപത്തിന്റെ മുത്തുമണിയിൽ അയാളുടെ കണ്ണിൽ നിന്ന് നിറഞ്ഞു തുടങ്ങി. അവ ആനന്ദക്കടിയിലായി കവളിടകളിൽ കൂടെ ഒഴുകി. പാറപ്പുറം കഠിനമായിരുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം വീഴുപോലെ വെള്ളം പോലെ അത് അലിഞ്ഞു ഉരുകാൻ തുടങ്ങി. സമീപത്ത് നിൽക്കുന്ന ഭാര്യയോട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. എന്തെങ്കിലും ചെയ്തെല്ലാം നോക്കി മാപ്പ് പറഞ്ഞു. അപ്പം എന്നിട്ട് സംഘർഷം വെച്ച് നിന്ന കോടതിയുടെ അന്തരീക്ഷം ആനന്ദം നടന്നു. ഇരുവരും ജഡ്ജിയോട് വളരെ നന്ദി പറഞ്ഞ ശേഷം അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കുഞ്ഞുമായിട്ട് അവർ വളരെ സന്തോഷം പോയി. അങ്ങനെ ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു ശിശുവാണ്. ആ കൊച്ചു കുഞ്ഞിൻ്റെ ഇടപെടൽ കൊണ്ട് അവിടെ ഒരു കുടുംബം ശരിയാക്കുന്നതൊക്കെയാണ് കാണുന്നത്. ബെത്ലഹേമിലെ ശിശു സാധ്യമാക്കിയത് അത് തന്നെ. ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ഒരു മുഖാന്തരമാണ്. സ്വർഗത്തെയും ഭൂമിയെയും ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ദൗത്യമാണ് ഈ പുണ്യ ശിശുവിലൂടെ നാം ലഭിക്കുന്നത്. ഇന്നത്തെ ക്രിസ്മസിന്റെ ആചാരം പറയുന്നത്, ഇന്നത്തെ ക്രിസ്മസ് ആചാരത്തിന് ബെത്ലഹേമിലെ വഴിയുടെ ഒരു സാദൃശ്യമാണ്. ബെത്ലഹേമിലെ വഴികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഈ സംഭവിക്കുന്നത്, അന്നത്തെ ഈ അഗസ്റ്റസ് സീസൺ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം ഭയങ്കര കർഷകക്കാരനായിരുന്നു. അപ്പോൾ നികുതി അടയ്ക്കണം, പിന്നെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കണം പറയുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിനെ ധാരാളം കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. അങ്ങനെയാണ് ഈ സെൻസസ് എടുക്കുന്നതിന് വേണ്ടി ഈ അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എത്ര ആളുകളാണ് അവിടെ ഉള്ളതെന്ന് സെൻസസ് എടുക്കുന്നതിന് വേണ്ടി രാജാവായിട്ടും വഴിയും അതുപോലെ വരുന്നത്. അപ്പോൾ വഴിയപ്പല അന്ന് അണിഞ്ഞൊരുക്കിയിരിക്കുക. ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. വഴിയപ്പല അതിഥിയിലൊക്കെ നടന്നു. അതിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ആദായം ലഭിച്ച ഒരു സമയം ഉണ്ടായില്ല. അത്രത്തോളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ശോഭയുടെ പ്രകാശിച്ചു. അതിന് ചുറ്റും മാലാഖമാർ മധുരമായി പാടുക. അതിന് സമീപം ഇടയന്മാർ ഭക്തരുടെ ദൈവത്തെ ആരാധിച്ചു. അതിന് ലക്ഷ്യമാക്കി വിദ്വാൻമാർ എന്ത് ചെയ്യുന്നു? അവിടെ യാത്രത്തിരിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ യേശു ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കർത്താവ് ഇല്ലായിരുന്നു. അപ്പം ഭക്തി നിർമ്മലമായ ആരാധനകൾ നടക്കുന്നു. മാതൃകകളുടെ ഗാനങ്ങൾ ആരംഭിക്കുന്നു. വർണ്ണശബളമായ അലങ്കാരങ്ങളുണ്ട്. പക്ഷെ അവിടെ യേശു ഇല്ലായിരുന്നു. യേശു അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഔദാരമായ സമ്മാനദാനങ്ങളുണ്ട്, വിഭവസമർത്ഥിയ വിരുന്നുകളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ യേശു ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെ നാം മറന്നു കളയാണെങ്കിൽ, നമുക്ക് അറിയാം, നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്ന കാരണമല്ലോ ക്രിസ്മസ് സമയത്ത്. ആ സമയത്ത് യേശുവിനെ നമ്മൾ മറന്നു കളയണമെങ്കിൽ യേശുവിനെ ഉറക്കുവാൻ നമ്മുടെ ഹൃദയം നഗരത്തിനാൽ അവിടെ സംഭവിക്കുന്നത് ഒരു വലിയ പോകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരപ്പം തന്നെ മകനെ വെച്ചിട്ട് ക്രിസ്മസ് സമയത്താണ് ഒരു ഗിഫ്റ്റ് കൊടുത്തു, സമ്മാനം കൊടുത്തു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വെച്ചവഴിയാണ്. അപ്പോൾ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് എന്ത് ചെയ്തു? മാലാഖമാരുണ്ട്, നാട്ടിലേക്കുമാരും വ്യവസായവും മറിയും ഉണ്ണിയേശുവിൻ്റെ അതിനകത്തുണ്ട്. അതൊരു ബിൽക്കോഡായിരുന്നു. ഇവരിങ്ങനെ ഓരോന്നായിട്ട് എടുക്കും, തിരിച്ചു വയ്ക്കും, വീഡിയോ എടുക്കും, തിരിച്ചു വയ്ക്കും. വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്തു? അവൻ വിചാരിച്ചു നമ്മുടെ സ്കൂളിലെ കുട്ടിയുടെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി ഇതൊന്ന് കാണിക്കണം. അങ്ങനെ ഈ ബിൽക്കൂടമായിട്ട്, ചെറിയ ബിൽക്കൂടമായിട്ട് അവർ ക്ലാസ്സിൽ പോയി കുട്ടികളെ കാണിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവരിങ്ങനെ ഒന്നായിട്ട് വയ്ക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ പിന്നെ അവസാനം ഇത് അടച്ചു വെച്ചു. വീട്ടിൽ കൊണ്ടുപോയി സമയത്ത് ഈ കുട്ടി വീട്ടിൽ ഒരു ആഗ്രഹമുണ്ടായി, ഇതൊന്നും കാണണമെന്നല്ലോ. അവന് സ്വന്തമൊക്കെ പഠിക്കും. അവിടെ നാട്ടിലേക്കുമാരുണ്ട്, പിന്നെ മാലാഖമാരുണ്ട്, പിന്നെ യോസഫ് പറയുന്നുണ്ട്. പക്ഷെ ഉണ്ണി യേശു ഞാൻ അടിച്ച് മാറ്റിയിരിക്കുന്നു. പിള്ളേരിലേക്ക് നാഗരത്തിനെ മാറ്റിയിരിക്കുന്നു. അവർക്ക് അറിയാൻ തുടങ്ങി ഉണ്ണി യേശു അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അലങ്കാരങ്ങളും ഒരുപാട് കാര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പ്രയോജനമില്ല എന്നുള്ളതാണ്.
നാം എന്തിനാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്? മറ്റൊരുത്തരെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യനിലേക്ക് അകപ്പെട്ട വേറൊരു നാമമില്ല. അപ്പൊ ഈ ക്രിസ്മസിൽ നാം മനസ്സിലാക്കാൻ നാം മറന്നുപോകുന്ന കാര്യം, യേശു എന്തിനു വേണ്ടി നാം ദൈവം ലോകത്തിലേക്ക് അയച്ചത്? നമുക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടി. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യനിലേക്ക് അകപ്പെട്ട വേറൊരു നാമമില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയക്കുന്നത്. അത് മാത്രമല്ല, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവാകെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രൻ നൽകിയിരിക്കുന്നു, പിതാവിനെ ന്യായം വിധിക്കുന്നില്ല. ന്യായവിധിയെല്ലാം പുത്രൻ നൽകിയിരിക്കുന്നു. ഈ ശിശുവാണ് ഇനി ന്യായം വിധിക്കാൻ പോകുന്നത്. ഈ നാം വേണ്ടി കാലഘട്ടത്തിൽ വന്ന യേശു ആണ് വലിയ ന്യായം വിധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ കണ്ടത്തിലാണ് നാം വായിക്കും, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നടപ്പെട്ട വേറെ നാമില്ല. അതാണ് ഈ ആൾ, അതാണ് ശിശു. കാലഘട്ടത്തിൽ ലോകമെന്ന വസ്തുവാണ്. ഇനി രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് കഴിയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. റോമർക്കെതിരെ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവ് വാഴേറ്റ് വഴിയും ദൈവം യേശുവിനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വിശ്വസിക്കുന്ന നീ രക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മൾ ആരും നരകത്തിൽ പോകുന്നവരായിട്ടില്ല, ദൈവരാജ്യത്തിൽ പോകുന്നവരായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ക്രിസ്മസ് കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ക്രിസ്മസ് രാത്രിയിൽ നമുക്കത് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും ദൈവം കർത്താവ് നമ്മിൽ വസിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പാപങ്ങളുണ്ടോ? അതാണ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടച്ചു വെപ്പാക്കാൻ ഹിമം പോലെ വെളുപ്പിക്കും. കർത്താവ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, എത്ര പാപങ്ങളും ശരി, എത്ര മോശപ്പെട്ട വ്യക്തിയാലും അവനെ കർത്താവ് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പഠിച്ചു പോകാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കുറവുകളും നമ്മുടെ വിലകുന്നതും എല്ലാം അറിയുന്നതാണ് നമ്മുടെ കർത്താവ്. ഒരു കുട്ടി അമ്മ ഒരു മൊഴിയാക്കിയ ശേഷം പറഞ്ഞു, മോനെ നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ അടുത്ത മുറിയിൽ തന്നെ ഉണ്ടാകാം, എനിക്ക് കുറച്ച് എഴുതാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയുന്നത്, ഇങ്ങനെയാണ് അമ്മ കോപ്പയാണ്, അപ്പോഴാണ് ഞാൻ അടുത്ത ദൈവം നിന്നോട് വേണ്ടല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് ദൈവം നിന്നോട് വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞിങ്ങനെയാണ്, ദൈവം എന്നോട് വേണ്ടതെനിക്കറിയാം, പക്ഷെ എനിക്ക് അമ്മയെ പോലെ സംസാരിക്കാൻ നമുക്കുള്ള കണ്ണുകളുള്ള സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് ആവശ്യം എന്നാണ് കൊച്ചു പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവം ഈ ലോകത്ത് തന്റെ പുത്രനെ അയച്ചതിന് ഉറപ്പിന്റെ വേദന മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു ഉറപ്പായിട്ട് മാറണം. അപ്പോൾ അത് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് വചന ജഡമായി തീരുന്നു. അവൻ ഒരു ശിശുവായി ലോകത്തിൽ വന്നു. പക്ഷെ ഈ ശിശു എന്ന് പറയുമ്പോൾ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദ്യമുണ്ടായിരുന്ന ആ ദൈവം മാംസം ധരിച്ച് ഒരു ശിശുവായി ലോകത്തിൽ വന്നപ്പോൾ ഇതിനു വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി, നമ്മൾ രക്ഷിക്കാതിന് വേണ്ടി, നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു. അപ്പോൾ ഈ ക്രിസ്മസ് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എത്ര ഇങ്ങനെയുള്ള ചരിത്രമല്ല, ദൈവം പ്രത്യേകിച്ചായാലും അത് ചുരുക്കാൻ പ്രാർത്ഥിക്കുന്നത് ഭാവിയിൽ കരുതുന്നു. മനുഷ്യനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഈ ചുമക്കാരനെ പോലെയല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഈ ചുമക്കാരൻ നിലവിളിക്കണം, അതായത് ഭാവിയോട് കരുതി തോന്നുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്മസ് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മുടെ കുറവ്, നമ്മുടെ ബുദ്ധിമുട്ടുള്ള ദൈവത്തോട് പറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ കടിച്ചു പോലെ വിളിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ കർത്താവ്. ഇനി വേറെ കാര്യം, ഈ ദൈവത്തെ കർത്താവ് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതിൻ്റെ കൃത്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്കറിയാൻ ഒരുപാട് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങൾ പ്രധാന കാര്യങ്ങളാണ്. ഓരോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭയങ്കരമുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ കർത്താവ് ഈ ബന്ധിലേക്ക് ജനിച്ച ശിശു യേശു നമ്മോട് വേണ്ടി തീർച്ചയായിട്ടും അത് മതി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരുന്നു. ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കാൻ ഈ കർത്താവിന് കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് അവിടെ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്തോളം നമ്മളോട് ഉപയോഗിക്കും. നമ്മെ അന്വേഷിക്കുന്നത് നിങ്ങൾ അതിനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നെങ്കിലും ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നു. ദൈവം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ കർത്താവിനോട് പറയാനായിട്ട് നിന്റെ വർഷക്കാരുടെ പേര്, നിന്റെ വലതുവശം 10,000 പേര് എങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയില്ല. കർത്താവിന്റെ കൃപയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ജീവിതമാക്കുക. നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരപ്പെട്ട ക്രിസ്മസ് സമ്പൽസമൃദ്ധമായ പുതിയ വർഷങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ നിങ്ങൾ സമീപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സമർപ്പണ പ്രാർത്ഥനയും സൈലന്റൊക്കെയാണ്. സൈലന്റ് പ്രകാരം വരാം. ദീപങ്ങളിലേക്ക് തുറന്നച്ച് സമർപ്പണ പ്രാർത്ഥനയും ആശീർവാദ പ്രാർത്ഥനയും നൽകി ആശീർവാദം നൽകി ഈ ആരാധന നല്ലൊരു പ്രാർത്ഥനയോടെ സംബന്ധിക്കുക. ഇന്നത്തെ ഈ ക്രിസ്മസ് രാത്രി ആരാധനയിൽ വചന ധ്യാനത്തിന് നേതൃത്വം നൽകി വളരെ സമയബന്ധിതമായി അത് നിർവഹിച്ച് സ്നേഹപൂർവ്വമുള്ള റോബർട്ട് ജോർജ് അച്ഛനാണ്. അച്ഛൻ്റെ സാന്നിധ്യവും അനുഭവവും സന്ദേശവും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് അനുഗ്രഹമായി